വീടം മാപ്പിളപ്പാട്ടും മാലപ്പാട്ടും പാടി വീടം മാഞ്ഞാളം കാട്ടി ഹംസ തകർത്താടി വീടം സുന്നിയെന്നോതി ഹംസ വയിലും കൊണ്ടതി വീടം ഒന്നൊന്നായി പൊട്ടി തകർന്ന അവസാനം ഈ വീടം പൊന്നാനിക്കായി കൊതി വിരുന്നൊരുക്കി മലപ്പുറം കൈകളിൽ ഒതുക്കുവാൻ നോക്കി പിണറായി വിജയനും PDP മുസ്ലിയാരും വിളവിറക്കി രണ്ടത്താണി ഹുസൈനയും വിളിക്കണ് വെളിയത്തെ തളക്കണ് ചുരം കെട്ടിയയക്കണ് തണ്ടിയിലേറ്റി നടന്നിട്ടും രണ്ടത്താണി തോട്ടോടി പറന്നോളിച്ചേ പൊന്നാനിക്കായി കൊതി വിരുന്നൊരുക്കി മലപ്പുറം കൈകളിൽ ഒതുക്കുവാൻ നോക്കി പിണറായി വിജയനും PDP മുസ്ലിയാരും വിളവിറക്കി ഇനിമേലില്ല മലപ്പുറം ഇനിമേൽ ചോക്കുകയില്ല മലപ്പുറം ഇനിമേൽ ചോക്കുകയില്ല അല്ലാ അല്ലാ കൂരാട്ടം സേ മാലപ്പാട്ടും ചിലവായില്ല മാലപ്പാട്ടും ചിലവായില്ല ഓടിച്ചാടി കുട്ടി സഖാക്കൾ വന്നിട്ടൊന്നും കളി നടന്നില്ല സൂത്രപ്പണികൾ ഒപ്പിച്ചുള്ള മദനി വിളവും ചിലവായില്ല നാടൻ മാങ്ങ വിളിക്കും ഹംസേ മൽഗോവക്കാണതിരസമല്ലോ മലപ്പുറം ചുവക്കുല സഖാക്കന്മാരെ തോലിപ്പുറം കാനമുള്ള ജലീല് മോനെ മലപ്പുറം ചുവക്കുല സഖാക്കന്മാരെ തോലിപ്പുറം കാനമുള്ള ജലീല് മോനെ നീ സുന്നാണെങ്കിൽ ഞങ്ങള് നല്ല സുന്നാണ് നീ നാടനാണെങ്കിൽ ഞങ്ങള് നാട്ടുകാരാണ് നീ സുന്നാണെങ്കിൽ ഞങ്ങള് നല്ല സുന്നാണ് നീ നാടനാണെങ്കിൽ ഞങ്ങള് നാട്ടുകാരാണ് ആളമയക്കും ചിരിയും കാട്ടിയായത്തും ഹദീസും കൂട്ടിയാകപ്പാടൊരു വേഷം കെട്ടി നാടാകെ നടന്നിട്ടും ഫലമില്ലാതായി നാടൻ മാങ്ങക്കൊട്ടും തന്നെ വിലയില്ലാതായി വിലയില്ലാതായി കൂരാട്ടം സേ പുന്നാരം സേ കൂരാ കുടുക്കില്ലിനി ചാടണ്ട കൂരാ കുടുക്കില്ലിനി ചാടണ്ട ഉള്ള കഞ്ഞിയും വെച്ച് കുടിച്ച് മുള്ളംപാറയിലിരുന്നോ ഹംസേ മുള്ളംപാറയിലിരുന്നോ ഹംസേ ഉള്ളൊരു കാലം ഉള്ളിതൊലിച്ച് വീടരുമൊത്ത് കഴിഞ്ഞോ ഹംസേ ഉള്ളൊരു കാലം ഉള്ളിതൊലിച്ച് വീടരുമൊത്ത് കഴിഞ്ഞോ ഹംസേ ഇല്ല ഇല്ല ഇനിമേലില്ല മലപ്പുറം ഇനിമേൽ ചോക്കുകയില്ല
കൂക്കല്ലളിയാ ബോധം കെട്ടിടും ഹംസാബോധം കെട്ടിടും കൂക്കല്ലിങ്കൂക്കല്ലളിയാ ബോധം കെട്ടിടും ഹംസാബോധം കെട്ടിടും കുത്തിർന്നോട്ടെ മുള്ളംപാറമേ കുത്തിർന്നോട്ടെ മുള്ളംപാറമേ ആണീരണ്ടത്താണി പൊന്നാനിയിലടിച്ചിട്ടും ആള് കണ്ടില്ല ആരും വോട്ട് ചെയ്തില്ല ആണീരണ്ടത്താണി പൊന്നാനിയിലടിച്ചിട്ടും ആള് കണ്ടില്ല ആരും വോട്ട് ചെയ്തില്ല ആകെയും മാനം കെട്ട് നാണം കെട്ടല്ലോ അടവുകൾ 18 പൊളിഞ്ഞുവല്ലോ വേണ്ട മോനെ പിണറായി വിജയ വല്ലാണ്ടായാലില്ലാണ്ടാവും പൊന്നാനിക്കും മലപ്പുറത്തിനായി പുതിയ പിളമാരെ തിരയണ്ട കുട്ടി ഈ വിഷയം മുസ്ലിമിന്റെ ഒരു തിരിച്ചുവരവാണോ സൂചിപ്പിക്കുന്നത്? തിരിച്ചു വരാൻ ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. പോയത് ഇപ്പോ ഇടതുപക്ഷമാണ്. കണ്ണൂരിലും വടകരയിലുമൊക്കെ അവരുടെ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. അതാണ് കാണിക്കുന്നത്. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ ഈ മുടപ്പരക്കലാണ് ഇവിടുത്തെ മലബാറിലെ രാഷ്ട്രീയത്തിന്റെ ആസ്ഥാനം, ഞങ്ങളുടെ UDFന്റെ ആസ്ഥാനം. അതാണ് സ്റ്റാൻഡിൽ ഒക്കെ ഇവിടെ യുപിയുടെ സാധ്യതകൾ വ്യക്തമായി കാണിക്കുന്നല്ലേ? അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ശ്രീമതി സോണിയാഗാന്ധി സ്വന്തമായി ആവിഷ്കരിച്ച റൂറൽ എംപ്ലോയ്മെന്റ് സ്കീമിലുണ്ടാക്കിയ മാറ്റം, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നടത്തിയ ജനോപകാരപ്രദമായ പരിപാടികൾ, അതിനെ മഹാനായ ശിഹാബ് പോലുള്ള UPA നേതാക്കന്മാരുടെ പിന്തുണ, ഇതിന്റെ എല്ലാം ആകാൻ കൂടിയാണ് കേരളത്തിലും ഇന്ത്യയിലും UPAക്കും കേരളത്തിലും UDFന്റെ വിജയമാണ്. കുറച്ച് നാളുകളായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ല ചുവക്കുന്നില്ല എന്ന് മാത്രമല്ല, ചുവപ്പ് എന്ന് അവകാശപ്പെട്ടിരുന്ന കണ്ണൂരും വടകരയുമൊക്കെ അവിടെ ചുവപ്പ് മാഞ്ഞു പോകുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. ഇത് മാത്രമല്ല, കേരളത്തിലും ദേശീയ തലത്തിൽ UPAയും UDFും അതിശക്തമായ തിരിച്ചുവരവ്, വർഗീയതയ്ക്കെതിരായ ഒരു വിധിയെഴുത്താം. BJPക്കെതിരെ ദേശീയ തലത്തിലും ഇവിടെ PDP ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്താം. പൊതുവായ വർഗീയതയ്ക്കെതിരെയുള്ള വിധിയെഴുത്തായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. പിണറായി
പറ്റിച്ചതാണല്ലോ ആകെയും മാനക്കേടായി പോ